ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ ഹേർട്ട് ഡ്രൈ ഫ്രൈ. ചിക്കൻ്റെ ഹേർട്ട് നല്ല കുരുമുളകിട്ട് വരട്ടിയെടുത്തതാണ് ഇന്നത്തെ ഐറ്റം. ഇത് നിങ്ങൾ എത്ര പേര് ചിക്കൻ ഹേർട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്യാറുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. ഇതിനകത്ത് ഒരുപാട് അമിനോ ആസിഡ്സും ഗുഡ് ക്വാളിറ്റി ഓഫ് പ്രോട്ടീനും പിന്നെന്താ ഒത്തിരി സിങ്കും എല്ലാം അയൺ റിച്ചുമാണ്, എല്ലാമാണ്. സോ കിഡ്സിനും കൊടുക്കാനും നമുക്കിത് നല്ല സേഫാണ്. അപ്പം നിങ്ങൾ ചിക്കൻ ഗിസാർഡും ലിവറൊക്കെ ഇല്ല, ചിക്കൻ പാർട്സ് അല്ലെങ്കിൽ ചിക്കൻ്റെ വട്ടും കരളെന്നൊക്കെ പറയണത് കഴിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിനേക്കാളും ഒത്തിരി ടേസ്റ്റിയറാണ് ഈ സംഭവം. ഇത് നോർമലി വേറെയുള്ള നാട്ടുകാരൊക്കെ കഴിക്കുന്നത്. അവർ എന്താ സോസസൊക്കെ ഇട്ട് അണിയനൊക്കെ ഇട്ട് സോട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണ്. നമ്മൾ നമ്മുടേതായ രീതിയിലൊന്നും കുരുമുളകൊക്കെ ഇട്ടൊന്ന് വരട്ടിയെടുക്കുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താരം ചിക്കൻ ഹേർട്ട് എന്ന് പറയുന്നത്. സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഞാനിവിടെ ഒരു 450 ഗ്രാം 450 ഗ്രാം ചിക്കൻ ഹേർട്ടാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതാണ് ചിക്കൻ ഹേർട്ട്. എടുത്തിട്ട് കത്രിക യൂസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാറ്. ഒരു ചിക്കൻ ഹേർട്ടിനെ 3 പീസാക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ബ്ലഡിൻ്റെ ക്ലോട്ട്സ് ഉണ്ടാവും, കട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും ചെറിയ 1-2 എണ്ണം. അതൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഇതാക്കി കഴുകിയിട്ട് അതങ്ങ് ആ ഫാറ്റി ആയിട്ടുള്ള ഭയങ്കര വൈറ്റ് കളറിലുള്ള പോർഷൻ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ 3 പീസ് ക്ലീൻ ചെയ്തെടുക്കും അങ്ങനെ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഹേർട്ട് എല്ലാം അതുപോലെ ക്ലീൻ ചെയ്ത് ഒരു 5-6 തവണ നന്നായിട്ടൊന്ന് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കുക്കർ അടച്ച് ഒരു 2 വിസിലും ഹൈ ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം ഒറ്റ വിസിലും അങ്ങനെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. വെള്ളം വരും ഇതിൽ നിന്ന്, എന്നാലും 1/4 കപ്പ് ചേർത്തു. അപ്പം ചിക്കൻ്റെ ഹേർട്ട് ഇവിടെ ഒരു 3 വിസിൽ അടിച്ചായിരുന്നു. അതിനുശേഷം അതിൻ്റെ എയറൊക്കെ പോയി തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല ഫാറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. കുറച്ച് നല്ല നെയ്യൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഈ ചിക്കൻ ഹേർട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഒരു നാടൻ രീതിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് 3 ഏലക്കായാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ചിക്കൻ്റെ നാടൻ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഏലക്കായ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവും. അതിലേക്ക് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ മീഡിയം സവാള, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. നമ്മൾ 2 പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് പിന്നീട് ചേർക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോഴേക്കും ഏകദേശം എല്ലാം ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് കുറച്ച് കുറവാണ് ചേർക്കുന്നത്. നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർക്കുന്നുള്ളൂ. അതൊന്ന് വഴറ്റിയതിന് ശേഷം കുരുമുളക് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ച് ചേർക്കുന്നുണ്ട്. കുരുമുളക് നമ്മൾ 3 സ്റ്റേജസ് ആയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവസാനവും കുറച്ച് ചേർക്കുന്നുണ്ട്. കുരുമുളകും ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലേ. 1/2 കിലോ ചിക്കൻ ഹേർട്ടിനാണ് കേട്ടോ പറയുന്നത്. അതെല്ലാം ഇട്ടതിന് ശേഷം 2 പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ ഒരു മീഡിയം തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിട്ട് കൊടുക്കാം, അതൊന്ന് വെന്താൽ മതി നമുക്ക്. അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഹേർട്ട് വെന്തതിന് അത്യാവശ്യം ഇതുണ്ടല്ലോ, അത് തന്നെ ഒഴിച്ചിട്ടാണ് ഈ തക്കാളി കുക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് നമ്മളിത് പാൻ അടച്ച് വെച്ചിട്ട് തക്കാളി നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ പാൻ അടയ്ക്കുകയാണ്. എന്നിട്ട് ഈ തക്കാളിയെല്ലാം നന്നായി കുക്ക് ചെയ്യണം.
ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. ഇടയിൽ ഞാനൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നന്നായി തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഗ്രേവി എല്ലാം നല്ല പാകത്തിന് മൂത്തിട്ടുണ്ട്. സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ പാകം. അന്നേരം നമ്മൾ ഈ ചിക്കൻ ഹേർട്ട് ആ വെള്ളത്തോടു കൂടെ ഇങ്ങനെ ഒഴിക്കുകയാണ്. നമ്മളിനി ഇതിനെയാണ് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തോടു കൂടെ ഇങ്ങനെ ഒഴിച്ചു. എന്നിട്ട് മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് വിനീഗറാണ്. വിനാഗിരി സൊർക്ക എന്നൊക്കെ പറയുന്നത്. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്പെഷ്യൽ നോൺ വെജിൽ ഒരു ഇത്തിരി വിനീഗർ എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് ഡ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. തുറന്നു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇതപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. അന്നേരം ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുകയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കുരുമുളകിൻ്റെ. നമ്മൾ ഇത് അവസാനം ചേർത്തിട്ട് പിന്നീട് അധികമൊന്നും വഴറ്റുന്നൊന്നുമില്ല, ജസ്റ്റ് മിക്സിങ് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. എന്നിട്ട് ചട്ടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അത് കരിഞ്ഞു പിടിച്ചതല്ല, അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ടേസ്റ്റൊക്കെയാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടിയെടുക്കുക. അപ്പോഴേക്കും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇപ്പം നമ്മുടെ ചിക്കൻ ഹേർട്ട് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കുരുമുളക് ഇട്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കണ്ടില്ല, നല്ലൊരു മോരുകറി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കോമ്പിനേഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് മൂടി വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ ബ്ലാക്ക് കളർ കറക്റ്റായിട്ട് വരിക. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്തിട്ടുണ്ട്. കഴിക്കുമ്പോൾ നല്ല ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ചിക്കൻ ഹേർട്ട് കണ്ടിട്ട് ആരും വാങ്ങാതെ പോകണ്ട കേട്ടോ. ഇങ്ങനെ വാങ്ങിയിട്ട് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൂത്തൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെയാണ് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെന്താ, കോമ്പിനേഷനൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണല്ലോ. നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് എല്ലാം. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ഇത് കാണണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്യുക. താങ്ക് യു. ബൈ.